ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പം അൽഹംദുലില്ലാ നമുക്കും സുഖമാണ്. നമ്മൾ വീട്ടിൽ തന്നെയാണ്, പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടത്. ഞാൻ രാവിലെ വീടിൻ്റെ മേലെ കയറിങ്ങാണ്ടൊന്ന് ഇങ്ങനെ എടുത്ത വ്യൂ ആണ്. ഇവിടെയൊക്കെ നിറയെ വീടുകളാട്ടോ, അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ വീടുകളാണ്. മേലെ നിൽക്കുമ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ നിന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ വയലുകളേനു. ഇപ്പോൾ മൊത്തം വീടാട്ടോ, വയലുകളൊക്കെ നിരത്തി വീടുകളായി. അപ്പോൾ മഴയൊന്നുമില്ല, വെയിൽ തന്നെയാണ്, നല്ല ചൂടാണ്. അവിടെ നിന്നപ്പോൾ അവിടെ ഇനി വെയിൽ ചൂടുമൊക്കെ. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ വെയിൽ മഴ പെയ്തു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതുവരെ വെയിലുണ്ടായിരുന്നു, അല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും വെയിലാട്ടോ. അപ്പം നല്ല മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ബിരിയാണി ഒന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് നമുക്ക് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണി വെക്കുകയാണ് കേട്ടോ. അപ്പം ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പം അരി കുതിർക്കാൻ വെച്ച അരിയാണിത്, ബസുമതി അരിയാണ് കേട്ടോ വെക്കണത്. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ പണി കൂടിയാണ്, ഇങ്ങനെ അരിയാനുള്ളതും പിന്നെ പൊരിക്കാനുള്ളതും. അപ്പം ഇത് നമ്മൾ ഇന്നലെ വയലിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മാംഗോസ്റ്റിന് കേട്ടോ. അപ്പം പഴുത്തതാകെ ഒന്നോള് കിട്ടിയത്. ഞാൻ ഇഞ്ചെ ഒരു സമാധാനക്കേട് കൊണ്ട് 2 പച്ചയും പിച്ചിയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ. വൈക്കോ എന്തോന്നാവോ. അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ പൊരിച്ച് വെച്ച എണ്ണയിൽ നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ, ബിരിയാണി വെക്കാനില്ലേ. അപ്പം ഇതിൽ നമുക്ക് ആദ്യം ചിക്കനൊക്കെ മസാല കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് ചോറ് അടുപ്പത്തിടാൻ. അപ്പോൾ ചിക്കൻ പൊരിച്ചുങ്ങാണ്ടാട്ടോ വെക്കണത്. അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൊരിച്ച ചിക്കനാകൊണ്ട് ഇനി മസാലയിലിട്ടാണ്ട് നമുക്ക് ഇതിലെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ചോറ് തീമടാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ ചോറൊക്കെ ദമ്മിട്ടീനു. പിന്നെ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് മക്കൾക്കൊക്കെ അപ്പോഴത്തേന് വിശന്ന് നിൽക്കണം കേട്ടോ. എന്നാൽ അവർക്ക് ചോറ് കൊടുക്കരുതിങ്ങാണ്ട് വേഗം ചോറ് പൊട്ടിച്ചാണ്, ബിരിയാണിയൊക്കെ പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തേക്ക് നമുക്ക് ചോറ് പൊട്ടിച്ച് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് വേണം മക്കൾക്ക് ആദ്യം ചോറ് കൊടുക്കാൻ. അപ്പോൾ ചോറ് തിന്നാനായപ്പോഴത്തേന് കുറച്ച് ആൾ ഇവിടെ എല്ലാവരൊക്കെ ഓരോ വഴിക്ക് തിരിഞ്ഞിക്കണവരൊക്കെ ഒന്ന് വരണം. എന്നിട്ട് വേണം വലിയവർക്കൊക്കെ തിന്നാൻ എഴുതി നിൽക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇപ്പം അത്ര വരെയും സമയമില്ലല്ലോ, ഓർക്ക് ഭയങ്കര വിശപ്പും കാര്യങ്ങളും കളിച്ചാൽ നേരം വൈകലും ഒക്കെയാണ്. അപ്പോൾ ഓൽക്കാണ് ആദ്യം കൊടുക്കാമെന്ന് കരുതി നിൽക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഓൽക്കും വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ചോറ് ആദ്യം തന്നെ കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കണത്. ചൂടൊന്നും അറിയെങ്കിലല്ലേ ഓൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, നല്ല ചൂടാണ്. ഇപ്പോൾ നമ്മളെ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ അടുപ്പ് കൂടിയൊക്കെ എല്ലാവരും തീയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. നമുക്ക് അടുപ്പൊന്നും വേണ്ടിയില്ല അതിനു. ഇപ്പോൾ ഗ്യാസ് എല്ലാവരും ഒന്ന് കാത്തൊക്കെയാണ് പെരുമാറുന്നത്. മറ്റേ നമുക്ക് ഗ്യാസ് അടുപ്പ് കിട്ടിയ അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്യാസും കറണ്ട് അടുപ്പും ഒക്കെ തന്നെ ഉള്ളതിനു. അടുപ്പിൽ തീ മൂട്ടണോല് ഒരു പറ്റ കുറവേനും. അങ്ങനെ ഗ്യാസ് കിട്ടാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ പിന്നെ വിറകടുപ്പത്ത് തീ കത്തിക്കൽ തുടങ്ങിയിരിക്കണല്ലേ. അപ്പം നമ്മൾ ബിരിയാണി വെച്ച് നമ്മളിവിടെ ബിരിയാണി ഇവിടെയൊക്കെ വെക്കൽ ഈ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ. അല്ലാതെ പുറത്ത് അടുപ്പ് കൂട്ടാൻ സ്ഥലമല്ല. പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ചോറ് തിന്നുകൊണ്ടിരിക്കുക കേട്ടത്. ചോറ് എല്ലാവരും ഒപ്പം തിന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാം.